അപ്പോൾ നമ്മുടെ ഈ തത്സമയം തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലും ഇരുന്ന് കാണുന്ന ആളുകൾ വേഗം തേക്കൻകാട് മൈതാനത്ത് ഇറങ്ങണം. കാര്യം നമുക്ക് ഒരേ ശബ്ദത്തിൽ നാട്ടുകാരോട് വിളിച്ചു പറയണം. നിങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഓക്കെ, നിങ്ങളൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. സംഭവം ഇത്തിരി കുഴപ്പമാ. കേരളോർമയിൽ പഠിച്ചതാ. കേരളോർമയിൽ പഠിച്ച ആളാണോ? ഓക്കെ, എന്നാ പഠിച്ച അവിടെ? ഞാനൊരു 80-ൽ. എന്നാലും ഇന്നസെന്റ് ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. എന്തിനാ പഠിച്ചത്? MA മലയാളമായിരുന്നു. ഓക്കെ, താങ്ക് യു. കവിത്രിയാണ്. കവിത ചൊല്ലും. എനിക്ക് മനസ്സിലായി. സ്മിതയ്ക്ക് ഒരു സ്നേഹം കണ്ടപ്പോഴേ. ഞാൻ പത്തനാപുരത്തുകാരൻ. കോൾ ടു പത്തനാപുരം. താങ്ക് യു. വളരെ സന്തോഷം. നിങ്ങളെ വാക്കേഴ്സ് ക്ലബാണോ? വാക്കേഴ്സ് ക്ലബ്ബാണ്. ഞാൻ കേരളോർമ OS സെക്രട്ടറിയും കൂടിയാണ്. ഓ, അത് ശരി. ഓക്കെ, വളരെ സന്തോഷം. ഓ, താങ്ക് യു. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് തൃശ്ശൂർ ജില്ലയുടെ ഒരു പ്രവർത്തകനാണ്. തൃശ്ശൂർ ജില്ലയുടെ ടൗണിന്റെ പേര് സദാനന്ദൻ. ചേട്ടൻ പൊതപ്പിച്ചോ? ഇനി പദവിക്ക് കാരണം വെച്ചാലേ ഇന്നലെ മുതല് വളരെ സന്തോഷമായിട്ട് ഇത്രയും വലിയൊരു പരിപാടി നാടിന് വേണ്ടി ചെയ്യുമ്പോ, ലഹരിക്കെതിരായിട്ട് ചെയ്യുമ്പോ അത് നമ്മളതിലെ പങ്കാളിയാവാണ്. ഞങ്ങളെ ഹോട്ടലുകാര് എല്ലാവരും. ഹോട്ടലുകാര് നമുക്ക് ഭക്ഷണം കഴിക്കാം. നമുക്ക് ഭാരതിൽ കഴിക്കാം. സന്തോഷം. നിങ്ങൾ എത്ര കുട്ടികളുണ്ട്? കുറച്ചധികം ആശംസകൾ. അപ്പോ ഇത് പിടിച്ചോളൂ. ഓക്കെ, അത് നമുക്ക് സൂക്ഷിക്കണം അല്ലെ? നമുക്ക് വിഷുവിന് ഉപയോഗിക്കാം അല്ലേ? അപ്പൊ മോളുടെ പേര് ജസ്ന. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തൃശ്ശൂർ. ഗുഡ് മോർണിംഗ് തൃശ്ശൂർ. എന്തൊരു തൃശ്ശൂര്. ഇതാണ് തൃശ്ശൂര്. അറിയാലോ, തൃശ്ശൂർ നമ്മുടെ ഒരു തറവാടാണ്. SKN 14, 40, 24 തൃശ്ശൂർ എല്ലാം ഉണ്ട്. ഓക്കെ, റെഡി. സന്തോഷം. ഗുഡ് മോർണിംഗ്. അപ്പോ വളരെ സന്തോഷം. എവിടെയാ വീട്? എവിടെയാ? ഇവിടെ അമല ഹോസ്പിറ്റലിന്റെ ജോസഫൈൻ ആന്റണി. ആരാണ് ഈ ആന്റണി? ഹസ്ബൻഡ്. ചൂരൽമലയിലെ സ്വന്തം ചേച്ചി. ഓക്കെ, അപ്പൊ സന്തോഷം. ചൂരൽമലയിലെ ചേച്ചി സ്വന്തം. ചൂരൽമലയിലെ ചേച്ചി. ഓ, ചൂരൽമല ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. അപ്പൊ സന്തോഷം. നിങ്ങളൊക്കെ എവിടെ? ഈ ചേട്ടൻ നമ്മുടെ SKN 14 എന്ന് പറയുന്ന ഓട്ടോ ഓടിക്കൽ ജീവിതത്തിൽ 40 വർഷം പൂർത്തിയാക്കിയാണ്. എന്താ പേര്? ഓക്കെ, അപ്പൊ ചേട്ടന്റെ ഓട്ടോ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അത് ഓടുന്ന കണ്ടീഷനാണോ? ഇലക്ട്രിക്കലാണ്. ഹോട്ടലാ വന്നല്ലേ? ആങ്ങളുടെ പരിവരാണ് ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. ആങ്ങളെയാണ് അത്. ആന്റണി ചെറുവത്തൂർ. നമസ്കാരം. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ആശയം വന്നത്. ചേട്ടനും 40 വർഷം സെയിം. ചേട്ടൻ അറിഞ്ഞോ? ഓട്ടോ 14 കൂടെ നേരത്തെ ആ ഓട്ടോയിൽ നമുക്ക് യാത്ര ചെയ്യായിരുന്നു അല്ലേ? ഒരു 40 to 40 ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഓട്ടോ അല്ലേ? ഓട്ടോ ഓടിക്കുന്ന ആള്. ന്യൂജൻ ഓട്ടോ ഓടിക്കുന്ന. ചേട്ടനെ കണ്ടാൽ തന്നെ വളരെ ചെറുപ്പോ. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. ഇവിടെ ഏതോ ഒരു ആകാശവാണിക്കാരി ഇപ്പൊ ഉണ്ടായിരുന്നില്ല, ഉണ്ണികൃഷ്ണൻ. ഓക്കെ, ആകാശവാണിക്കാരി എവിടെ? കുറെ ആകാശവാണിക്കാർ രാവിലെ വന്ന്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇതാ സാറിന്റെ യാത്രക്ക് എല്ലാം മംഗളങ്ങളും നേരുന്നു. പഴയ ആകാശവാണിയാ? അനീതി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. സാറിന്റെ മാവേലിക്കരയിലെ പ്രോഗ്രാമിന് എത്താൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇവിടെ ഓടി വന്നത്. എന്റെ ബ്ലോക്ക് മെമ്പർ എത്താൻ പറ്റാതെ പോയി. അറിഞ്ഞില്ല സാറേ, വൈകി അറിഞ്ഞ്. ഞങ്ങളും അവിടെ ലഹരിക്കെതിരെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളെല്ലാം ഒരുപാട് സ്കൂളിലൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രശ്നം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ MDMA കഴിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ആണെങ്കിലും നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങള് അങ്ങനെ ഇതിന്റെ ഒരുപാട് കൊച്ചു പെൺകുട്ടികളടക്കം നമ്മളതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം എക്സൈസുകാരുടെ എല്ലാ സഹായത്തോടെ പിന്നെ സ്കൂളിന്റെ സഹായത്തോടൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നമ്മളും പ്രവർത്തിക്കുന്നുണ്ട്. ഗീത നമ്മുടെ തൃശ്ശൂർ ആകാശവാണിയിലെ പ്രോഗ്രാം ഓഫീസറായിട്ടൊക്കെ കുറെ കാലം ഷൈൻ ചെയ്തതാണ്. അപ്പൊ ഇവരുടെ അച്ഛൻ സഹൃദയവേദിയുടെ നേതാവ് GK കുറുപ്പ്. ഞാൻ ആഷ്മി പരിചയപ്പെട്ടിട്ടുണ്ട്. മോളുടെ കുട്ടി ആഷ്മിയുടെ മോന്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ട് സാറിന്റെ പേരും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ സംസാരിച്ചു. അപ്പൊ ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കൂടെ അണിഞ്ഞു തരിക. റിട്ടയർ ചെയ്തിട്ടൊക്കെ ഇരിക്കുക. പിന്നെ ഈ ഒരു ജോലിയാണ്. ഓക്കെ, അങ്ങ് ഇറങ്ങുക. ഓക്കെ, ഗീത, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക്
ഇതേ എന്തോ പറയാൻ വന്ന പോലെ തോന്നി. റിട്ടയർഡ് അധ്യാപികയാണ് ഞങ്ങൾ ഗുരുവായൂരാ. ഗുരുവായൂരാ? ഞങ്ങൾ കാണുന്നതാണ് 9 മണി വരെ. നിങ്ങൾ അതിനായിട്ട് വന്നാണോ ഇവിടെ? ഗുരുവായൂർ ഇതിനായിട്ട് വന്നാണോ? ഓ വളരെ സന്തോഷം. നിങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഗുഡ് കോസ് പറ്റുമെങ്കിലേ നിങ്ങളുടെ ആത്മാർത്ഥം എനിക്ക് മനസ്സിലായി. ഇന്ന് കോഴിക്കോട് വരെ വരണം 20-ാം തീയതി. നമുക്ക് ആ 1,00,000 ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് ഈ പരിപാടി അവസാനിപ്പിക്കണം. പൈസ എല്ലാവരും കുഴപ്പമില്ല. ടെൻഷൻ ഉണ്ടല്ലോ. എല്ലാവരും 20-ാം തീയതി കോഴിക്കോട് എത്തണം. കാര്യം അറിയോ, നമ്മള് വേണ്ടി വന്നാൽ മൊത്തം ആൾക്കാർ റോഡിൽ ഇറങ്ങുമെന്ന് മനസ്സിലാവണം. ആവശ്യമെന്നാ അത് കണ്ടിട്ട് വേണം നമ്മുടെ കർണാടകത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് MDMA കൊണ്ടുവരുന്ന സ്ഥലം വിടാൻ. തീർച്ചയായിട്ടും നമ്മള് ശക്തമായിട്ട് അതിനെ നിങ്ങളന്ന് വരുവാണെങ്കിൽ കോഴിക്കോട് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ചൂരുമായിട്ട് വരണം. വൃത്തിയാക്കണം. പോസ്റ്റ് ഓക്കെ അല്ലേ? മാമിന്റെ പേരെന്താ? മിനി. ഇവിടെ താമസിക്കുന്നേ കോഴിക്കോട് വരണം. നമുക്കൊന്ന് ശക്തി കാണിക്കണം. നമ്മള് 5-10 ചെലവായാലും വേണ്ടില്ല. എന്ത് വില കൊടുത്ത് നമ്മൾ നേരിടണം. ഓക്കെ അല്ലേ? പോസ്റ്റർ കാണുന്നത് ഇവിടെ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ നെല്ലിക്കുന്ന് പുസ്തക വിതരണം, പോസ്റ്റർ പ്രദർശനം, പ്രതിജ്ഞ എടുക്കൽ, ബോധവൽക്കരണം ഇതിനോട് പരിപാടിയായി പോലോ. ഓക്കെ. എന്നാ ഏപ്രിൽ ഇന്ന് തന്നെയാണോ? ഇന്ന് 10:30 നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലഹരിക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ പറയില്ലേ? പറഞ്ഞു. ഞാൻ ദേവമാതയിൽ അധ്യാപകനാണ്. അപ്പൊ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ലഹരിക്കെതിരെ പുസ്തകം ഞാൻ തന്നെ എഴുതിയ പുസ്തകമാണ്. അപ്പൊ SK സാറ് വരുന്നതിന്റെ ദിവസമായിട്ട് ഞാനിപ്പോ വായിക്കാറില്ല. വായിക്കുന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. വായിച്ചോ കുട്ടി? അവർക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ പ്രദേശത്ത് നിന്ന്. വളരെ നന്നായി. അപ്പൊ എല്ലാവരോടും ഒന്ന് ചേർത്ത് പറഞ്ഞേ. നോ MDMA, നോ അക്രമം, നോ രാസലഹരി. ഓക്കെ അല്ലേ? തൃശ്ശൂർക്കാരുടെ ശക്തി ഇപ്പൊ മനസ്സിലായി. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ നമ്മുടെ ഒരു തറവാടാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ കളി മൊത്തം തുടങ്ങിയത്. ഓക്കെ, ഇപ്പോഴും കളിക്കുന്നത് തൃശ്ശൂരിൽ. ഓക്കെ, ഓക്കെ. ഈ ചേട്ടന്റെ കവിത കാണാൻ ചേട്ടൻ ഒരു പേര് ചൊല്ലിക്കോ. ഓക്കെ, താങ്ക് യു. താങ്കളുടെ വീട് എവിടെ? നെല്ലങ്കര. ആ ചേട്ടൻ 2 വരി വായിച്ചു. രണ്ടക്ഷരമുണ്ടെങ്കിൽ ലോകത്തെ കീഴടക്കാൻ കഴിയുമെങ്കിലും ആരോഗ്യമെന്ന 3 അക്ഷരമുണ്ടെങ്കിൽ വിദ്യ എന്ന 2 അക്ഷരം കൊണ്ട് കാര്യമുള്ളൂ. മദ്യം, മയക്കുമരുന്നെന്ന വിപത്തിനെ പാടെ പിഴുതുമാറ്റുവാൻ മാധ്യമരംഗത്തു 4 പതിറ്റാണ്ടു പിന്നിട്ട SKന്റെ പിന്നിൽ അണിചേരും തൃശ്ശൂർ സ്വാഗതം. 2 അക്ഷരം കൊണ്ട് കീഴടക്കാൻ പറ്റുമെങ്കിലും ഈ ആരോഗ്യം 3 അക്ഷരം. അപ്പൊ നമ്മൾ 7ാം ക്ലാസ് പഠിപ്പുള്ള 3 മക്കളെ ഡോക്ടർമാരെ നമ്മള് മദ്യം മയക്കുമരുന്നൊന്നും അന്നത്തെ 7ാം ക്ലാസ് അല്ലേ? അന്നത്തെ 7ാം ക്ലാസ്. ഓക്കെ, താങ്ക് യു. നമുക്ക്